നിന്റെ പിറന്നാൾ കഴിയുന്നത് വരെ നിന്റെ ഭാര്യയുടെ അടുത്തു നിന്നും കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത്. അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല, ബാബ പറഞ്ഞതുകൊണ്ടാ. മാറി നിൽക്കാന്ന് വെച്ചാ അതൊക്കെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ അത് വിട്, ഞാൻ ശിവാനിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അല്ല, ആരാണ് ഈ ബാബ? ഇങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താ? വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂടെ? എല്ലാവരും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കാൻ പറയും, ഇങ്ങനെ മാറിയിരിക്കാൻ പറയുന്നു. എന്താടാ? ഇല്ലല്ല, അച്ഛൻ പറഞ്ഞ പോലെ. അല്ലല്ല, ബാബ പറഞ്ഞതുപോലെ തന്നെ. ഇവള് നിന്റെ കൂടെ ഇരിക്കുന്നത് നിനക്ക് കഷ്ടകാലമാണ് മോനെ. അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞത്. നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഈ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. എന്താ ഡിസൈഡ് ചെയ്തേ? ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമല്ലേ? ഞങ്ങളുടെ കൂടെ താമസിക്കുമല്ലേ? അല്ല, ഞാനെങ്ങനെ? വീണ്ടും കൺഫ്യൂഷൻ ആണോ? ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയല്ലേ നമ്മൾ അമ്പലത്തിലേക്ക് വന്നത്? നിനക്ക് ഞാനും, എനിക്ക് നീയും, നമുക്കോ അതേവോ. വാ, അങ്ങോട്ടേക്ക് പോവാം. ഇപ്പൊ നിന്റെ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടിയില്ലേ? ഇനി നിനക്ക് നിന്റെ തീരുമാനം പറഞ്ഞൂടെ? എന്റെ വീട്ടിലേക്ക് വരുമല്ലോ. ആദ്യം നീ വീട്ടിലേക്ക് വാ, അതിനുശേഷം നമുക്ക് നമ്മുടെ കാര്യം അവതരിപ്പിക്കാം. അല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയെന്ന് വെച്ചാ എന്താ? നിനക്ക് എന്റെ വീട്ടിൽ വരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹലോ ബോസ്, എന്റെ വീടും എന്റെ വീട്ടുകാരും ഒക്കെ വിശാല മനസ്കരാ. നിനക്ക് മനസ്സിലായോ? ഒരു കാരണമില്ലാതെ ഞാൻ എങ്ങനെ വരാനാ? അതിനെന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. കാരണം ഉണ്ടല്ലോ, എന്റെ ഏട്ടന്റെ ബർത്ത്ഡേയാ. ആ കാരണം പോരെ നിനക്ക് വരാൻ? അല്ല, അത് ഞാൻ ബർത്ത്ഡേക്ക് നീ വന്നിരിക്കും, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മുതലാളി, എന്താ ദിശ? എന്തോ വ്രതം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. തൃശൂലിന്റെ ബർത്ത്ഡേക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ മാറി നിൽക്കുന്നതായിട്ടെന്താ ബന്ധം? ബാബ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവനെ തടഞ്ഞത്. ബാബ അങ്ങനെ കാരണമില്ലാതെ ഒന്നും പറയില്ലല്ലോ. അപ്പൊ പിന്നെ കാരണം എന്താന്ന് മുതലാളിക്ക് അറിയാലോ. മുതലാളി ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ. എല്ലാം ഞാനിങ്ങനെ അനുമാനിച്ചെടുക്കുക. ഇനിയിപ്പോ എന്തെങ്കിലും പറയാൻ വന്നാലോ, അത് നിർത്തിയിട്ട് പിന്നീട് പറയാന്ന് പറയും. എന്താ മുതലാളി ഇങ്ങനെ? മുതലാളിക്ക് എന്ത് പറ്റും, എനിക്കെന്ത് പറ്റും, വീട്ടുകാർക്ക് എന്ത് പറ്റും എന്നുള്ള പേടിയിലാ ഞാൻ ഓരോ നിമിഷവും തള്ളി നീക്കൊണ്ടിരിക്കുന്നേ. മുതലാളി എന്തെങ്കിലും ഒരു സമാധാന വാക്ക് പറഞ്ഞാ എല്ലാവർക്കും സന്തോഷാവും. അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നേ. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടാനുള്ള കാലം വന്നു കഴിഞ്ഞു നന്ദിച്ച. നാളെയല്ലേ അമാവാസി? നമുക്ക് നാഗമാണിക്യം കിട്ടിയിട്ട് നാളെ 24 വർഷങ്ങൾ പൂർത്തിയാവുക. അതിന്റെ സമ്പൂർണമായ ശക്തി നമുക്ക് കിട്ടുന്നത് നാളെയാ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരേ ഒരു പൂജ മാത്രമാണ്. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയാവും. മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നാളെ എല്ലാം നടക്കുമെന്ന് ഇയാൾ പറയുന്നത്. ഇയാളുടെ ഉള്ളിൽ പറയാൻ ഒരു വഴിയില്ലല്ലോ. കാത്തിരുന്ന് കാണാന്നല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായില്ലേ? ഇപ്പോഴും അകന്നിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ കുറച്ച് കഷ്ടമാത്. പാവം, നിനക്കേ ഇങ്ങനൊരു അവസ്ഥ വരാൻ പാടില്ലായിരുന്നു, അല്ലേ മോനെ? മോനെ, നീ എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നേ? നോക്കിക്കൊണ്ടിരിക്കുക. ആരെയാ? ഭാര്യ. ആരുടെ ഭാര്യയാടാ? അങ്കിള്,
എന്റെ ഭാര്യയെ ഡാ, നിന്റെ ഭാര്യ എന്താ നീ തന്നെ ഒളിഞ്ഞു നോക്കുകയാണോ? നിന്റെ പ്ലേറ്റിലുള്ളത് നീ തന്നെ കട്ട് തിന്നുകയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്കിളെ, അങ്കിളിനൊന്നും അറിയില്ലെന്നേ. ഭാര്യ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോഴേ എന്ത് രസമാണെന്നറിയാവോ? നോക്കിയാ പിന്നെ നോക്കിക്കൊണ്ടേയിരിക്കാൻ തോന്നും. അതെയോ? ഇങ്ങനെ ഭാര്യയെ നോക്കി 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 ഇങ്ങനെ ഇരുന്നാലേ പ്രണയം ഇങ്ങനെ കവിഞ്ഞൊഴുകും. അതാണ് ശരിയായ പ്രണയം, തീവ്രമായ പ്രണയം. അതില് നമ്മളൊക്കെ അലിഞ്ഞു പോകുന്നേ. അങ്ങനെയാണോ? ഒളിഞ്ഞു നോക്കുന്നതിൽ അത്രയ്ക്കൊക്കെ രസമുണ്ടോ? കൊള്ളാലോ നീ. ഈ ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ എക്സ്പീരിയൻസ് ഒക്കെ നിനക്ക് എവിടെ നിന്ന് വന്നു? അങ്കിള്, don't disturb, please go, yeah. ശരി, ആയിക്കോട്ടെ മോനെ, നമ്മളില്ലേ. ശിവാനി, ഞാൻ ബാക്കി ചെയ്യാം, നീ പൊക്കോ. ശിവാനി, എന്താ തൃശൂൽ? ഞാൻ എന്തിനു ഹെൽപ്പ് ചെയ്യട്ടെ? നീ ഇവിടെ വെറുതെ നിൽക്കുന്നതന്നെ എനിക്ക് വലിയ സഹായം കേട്ടോ. ശിവാനി, തൃശൂൽ, മുതിർന്നവര് പറഞ്ഞില്ലേ നമ്മൾ അടുത്ത് നിൽക്കുന്നത് തെറ്റാണെന്ന്. കുട്ടികൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? വരട്ടെ. തൃശൂൽ, ചുമ്മാതെ പോയിക്കേ. നിന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. നിക്ക്. അയ്യോ തൃശൂൽ, എന്തു പറ്റി? തൃശൂൽ, ഞാൻ അറിയാതെ ചെയ്തു പോയത്. നല്ല വേദനയുണ്ട് ശിവാനി, നല്ല വേദനയുണ്ട്. ആണോ? പാവം തൃശൂൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ലല്ലോ. ഒരു നിമിഷം. ഏയ് ശിവാനി, കുറച്ചുകൂടെ മുറുക്കി അടിച്ചിരുന്നെങ്കിൽ എന്റെ കൈ വേദനിക്കില്ലായിരുന്നോ? ജസ്റ്റ് മിസ്. എന്തു പറ്റി മോനെ ഒരു വിഷാദം? എന്താ പറ്റി? ക്ഷീണിച്ചു പോയോ? ഈ പഴം കഴിക്കാം. അങ്ങനെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നാളെ കാർക്കോടക അമാവാസി ദിനമാണ്. നീ 24 വർഷമായി കാത്തിരുന്ന ദിവസം. അതുകൊണ്ട് നാളെ നിന്റെ വീട്ടിൽ പൂജയ്ക്കുള്ള കാര്യങ്ങൾ തയ്യാറാക്കണം. ശരി ബാബ. നാളെ പ്രഭാതം മുതൽ ആരംഭിക്കുന്ന ആ പൂജ അർദ്ധരാത്രി വരെ നടക്കേണ്ടതാണ്. സമയം 12-നും 12:15-നും ഉള്ളിൽ നാഗമാണിക്യത്തിൽ നിന്നും ശക്തി പുറത്തു വന്ന് നിന്റെ ദേഹത്ത് കയറുന്നതാണ്. ആ ശക്തി നിന്നിൽ ചേരുന്ന ക്ഷണം മുതൽ നീ അതിശക്തൻ, ചിരഞ്ജീവി. ആത്മാവിനുമൊപ്പം ശരീരത്തിനും മരണമില്ലാത്തവനാകും. എന്നാൽ ആ മഹാശക്തിയെ ആവാഹിക്കുന്ന ക്ഷണം മുതൽ 15 നിമിഷം നീ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ നിമിഷം മുതൽ നീ എന്ത് വിധിവിധാനങ്ങളാണ് പ്രയോഗിക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ദിഗ്വിജയ. എന്താ കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞ മുതലാളിക്ക് തയ്യാറെടുക്കാൻ സമയം ഉണ്ടാവുമല്ലോ. ആ തയ്യാറെടുപ്പ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ഒന്നും പറയാത്തതും.
നാളെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ശത്രുക്കൾക്ക് സൂചന നൽകാൻ പാടില്ല. ആ നാഗങ്ങൾ നിങ്ങളെ എവിടെ വേണമെങ്കിലും തേടിയേക്കാം. നന്ദീശ, മുൻപോട്ട് വെക്കുന്ന ഓരോ ചുവടുകളും നീ സൂക്ഷിച്ചു വെക്കുക. നീ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നിന്റെ മരണം സുനിശ്ചിതമാണ്. ഓർത്തോടുക. ഭാര്യയെ ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് ഏതാണ്ടൊക്കെ കിട്ടുമെന്ന് തൃശ്ശൂരിൽ കുറച്ചു മുമ്പ് എന്നോട് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തായിരിക്കും കിട്ടുക എന്ന് ചെക്ക് ചെയ്ത് അറിഞ്ഞേ പറ്റൂ. ഇതെന്താ ഇങ്ങനെ? ഭാര്യയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നല്ല സുഖമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കിയിട്ടിപ്പോ പ്രത്യേകിച്ചൊരു സുഖം എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഒന്ന് അടുത്തേക്ക് ചെന്നിട്ട് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കാം. ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവളൊന്ന് മനസ്സിലാക്കട്ടെ. വരുന്നു മോളെ. ആരും കാണുന്നില്ലല്ലോ അല്ലേ? മണിയാ, ഞാൻ വേണമെന്നും പറഞ്ഞല്ല. അല്ല, തൃശ്ശൂല് എന്തോ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയത് അടിയാ. നീയാ? അല്ല, നീയാണെന്ന് കരുതി. അല്ല, നീയാണ് അവളെന്ന് കരുതി. നിന്നോട് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ലേ? എന്തിനാ വീണ്ടും ഇങ്ങനെ അടുത്തേക്ക് വരുന്നേ? നിനക്കെന്നോട് ഒരു പ്രണയമില്ലേ? എന്താ എന്നെ കാണുമ്പോ ദൂരേക്ക് പോകുന്നേ? തൃശൂർ, നമ്മള് രണ്ടാളും അകന്നിരിക്കണമെന്ന് പറഞ്ഞതല്ലേ? അകന്നിരിക്കണമെന്ന് ഏത് ദൈവം പറഞ്ഞിട്ടുള്ളേ? ചില പൂജയിലും വ്രതത്തിലും ഒക്കെ നമ്മളോട് അകന്നിരിക്കാൻ പറയുന്നത് വീണ്ടും നമ്മളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാ. തൃശൂർ, ഇപ്പൊ എന്താ നമ്മൾ അകന്നാണോ ജീവിക്കുന്നത്? നമ്മൾ തമ്മിൽ പ്രണയിക്കുന്നില്ലേ? അല്ല, എല്ലാം ശരിയായിരിക്കുമ്പോ ഇങ്ങനൊരു വ്രതം നോക്കേണ്ട ആവശ്യം എന്താ? അതായത് കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടായെന്നുള്ള അവസ്ഥയല്ലോ, അത്രേ ഉള്ളൂ. ഇതെല്ലാം പൂജ തീരുന്നത് വരെയല്ലേ ഉള്ളൂ. അതുവരെ നമ്മൾ രണ്ടുപേരും കാത്തിരിക്കണം. ഒന്ന് ചേരാൻ വേണ്ടി കാത്തു വെക്കാൻ പറയുന്നത് ഒന്നാ, പോയി ചാവാൻ പറയുന്നത് ഒന്ന് തന്നെ. അല്ല ശിവാനി, വെറുതെ അടുത്തിരുന്നു കഴിഞ്ഞാൽ എന്താ തെറ്റുള്ളേ? ചുമ്മാ അത് അടുത്തിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നീ വെറുതെ അടുത്തിരിക്കില്ലല്ലോ. ശിവാനി, ഞാൻ വെറുതെ ഇരുന്നോളാം, നീ ഒന്ന് വിശ്വസിക്കേ. സമ്മതിച്ചു. ഇപ്പൊ പോയിക്കേ. ശിവാനി, നിന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ശിവാനി, മുതലാളി, സുഹൃത്തുക്കളോടെല്ലാം കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനും എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നന്ദീശ. നാളെ ഒരു ദിവസം ശരിക്കും സൂക്ഷിക്കാൻ സൂചന കൊടുത്തിട്ടുണ്ട്. നാളെ വെളുപ്പിന് നാഗമാണിക്യത്തിന്റെ ശക്തി സമ്പൂർണമായി എന്നിലേക്ക് എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നങ്ങളും എനിക്കൊരു പ്രശ്നമേ ആയിരിക്കില്ല. എല്ലാറ്റിനും ആ ശക്തി തന്നെ പരിഹാരം കണ്ടെത്തിക്കൊള്ളും. നാളത്തെ ഒരേ ഒരു ദിവസം നമ്മളെല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചേ പറ്റൂ. ഒരു ദിവസം എന്റെ മുന്നിലും ഒരേ ഒരു ദിവസമേ ഉള്ളൂ. നാഗമാണിക്യത്തിന്റെ ശക്തി മുഴുവനും എനിക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും.
വെറുതെ ഇരിക്കും. ഇത് ഡമ്മി തൃശൂൽ. ഇവൻ ഇവിടെ കിടക്കട്ടെ. ഇവനാണ് ഒറിജിനൽ തൃശൂൽ. ഇവൻ ശിവാനിന്റെ അടുത്തേക്ക് പോട്ടെ. ആ അയ്യോ, ഇനി ആരും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും അകന്നിരിക്കാനും ആരും അറിയില്ല. ശിവാനി, മൈ ഡാർലിംഗ്. ഹായ് മൈ ഡിയർ വൈഫ്. നീ അരികിലുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ് എന്റെ ലൈഫ്. ശിവാനി, ശിവാനി അതവിടെ പോയി. ഓ, ഒരു പക്ഷേ ഞാൻ അവളെ തേടി വന്നതുപോലെ അവൾ എന്നെ തേടി പോയി കാണുമോ? ആയിരിക്കും. ശിവാനി, എങ്ങനെയുണ്ട് ടെസ്റ്റ്? വാ. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഗോഡ് ബ്ലെസ് യു. എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ഉണ്ടാവട്ടെ മോനെ. ജഗദീശ്വരൻ നിന്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് നന്മകൾ തന്ന് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് അച്ഛൻ. ഹാപ്പി ബർത്ത്ഡേ മോനെ. 100 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. നാളെ തന്നെ അജിത്തിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോവാ ചേട്ടാ. അവനാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന എന്റെ ഗിഫ്റ്റ്. ജന്മദിനാശംസകൾ മോനെ. താങ്ക്സ് അച്ഛാ. അടുത്ത തവണത്തെ നിന്റെ പിറന്നാള് ശരിക്കും അച്ഛനായി എന്റെ ഒപ്പം തന്നെ ആയിരിക്കൂടാ. ജന്മദിനാശംസകൾ തൃശൂൽ. നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് കിട്ടട്ടെ. നിന്നെ ഒഴികെ വേറെല്ലാം കിട്ടും എന്റെ മകന്. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ജയ് ഭോലേനാഥ്. 24 സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പൂർവജന്മം മറന്ന പുനർജന്മത്തിന് 24ാമത്തെ ജന്മദിനം. ഒരുപാട് കാരണങ്ങളാൽ 24 എന്നുള്ളത് ഒരു പ്രധാന സംഖ്യയാകും. ആദിശേഷൻ മരിച്ചിട്ട് നാഗറാണിക്ക് വേദനയായി 24 സംവത്സരങ്ങൾ. നാഗമാണിക്യത്തിന് തന്റെ ശക്തി തിരികെ ലഭിക്കാൻ പോകുന്ന ദിവസം. നാഗങ്ങൾ തന്റെ വൈരാഗ്യം തീർക്കുവാൻ പോകുന്ന ദിവസം. ജയ് ഭോലേനാഥ്.
കാലചക്രം തിരിഞ്ഞ് തിരിഞ്ഞ് കാലിനടിയിലെത്തി. ദുഷ്ടമനുഷ്യരുടെ അട്ടഹാസം തീരുവാനുള്ള സമയമായിരിക്കുന്നു. നാഗരാജാവിന് നഷ്ടമായ ശക്തി പ്രളയം തിരികെ കിട്ടുവാനുള്ള സമയം. നാഗറാണിക്ക് വൈരാഗ്യം തീർക്കുവാനുള്ള സമയം.